പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർമ്മല മാതാവിൻ്റെ വത്സല മക്കളായ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, 1917 ഒക്ടോബർ 13 മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ആ വർഷം മെയ് 13 മുതൽ ഒക്ടോബർ 13 വരെ എല്ലാ മാസവും 13 മാതാവിൻ്റെ ദർശനം കുട്ടികൾക്ക് ലഭിച്ചത്. ഈ ഒക്ടോബർ 13 പറയുമ്പോൾ 6ാമത്തെ പ്രാവശ്യമാണ് മാതാവ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അന്ന് വലിയ അടയാളങ്ങളുണ്ടാവും, മാതാവിനെ എല്ലാവർക്കും കാണാൻ സാധിക്കുമെന്നൊക്കെയുള്ള പ്രചരണം വളരെ ശക്തമായി നടന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ജനങ്ങൾ അന്ന് അവിടെ ഒരുമിച്ച് കൂടി. 70,000 ആൾക്കാരാണ് അന്ന് ആ കാഴ്ച കാണാൻ, ആ ദർശനം കാണാൻ അവിടെ എത്തിച്ചേർന്നത്. അന്ന് ഇത്രയും വലിയ ജനക്കൂട്ടത്തിന് മുമ്പിൽ വച്ച്, അതായത് 70,000 ജനങ്ങളുടെ മുന്നിൽ വച്ച് വലിയൊരു അത്ഭുതം നടന്നു. സൂര്യനൃത്തം എന്നാണ് അതിനെ നാം വിശേഷിപ്പിക്കുന്നത്. സൂര്യൻ താഴേക്ക് ഇറങ്ങി വരുന്നത് പോലെ തോന്നുന്നു, വട്ടത്തിൽ കറങ്ങുന്നത് പോലെ തോന്നുന്നു, പല കളറിലുള്ള രശ്മികൾ പുറപ്പെടുവിക്കുന്നു. ഇതെല്ലാം കണ്ടു നിന്നിരുന്നവരെ അത്ഭുത സ്തബ്ധരാക്കി. ആ ദർശനത്തിൽ, 6ാമത്തെ ദർശനത്തിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നത്, മാതാവ് കർമ്മലിത വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നു. കർമ്മല സഭയുടെ ഔദ്യോഗികമായ ഈ കറുത്ത ഉടുപ്പ് ആണ് മാതാവ് അന്ന് ധരിച്ചിരുന്നത്. കയ്യിൽ ഉത്തിരിയവും പിടിച്ചിരുന്നു. എന്നിട്ട് ഈ ഉത്തിരിയം ജനങ്ങളുടെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഏതാനും നിമിഷങ്ങൾ മാതാവ് കാണപ്പെട്ടു. ഇത് മാതാവ് ഉത്തിരീയം ധരിക്കുന്നതിനും കർമ്മല വസ്ത്രത്തിൻ്റെ ഹ്രസ്വരൂപമായ ഉത്തിരീയത്തിന് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യത്തെയുമൊക്കെ എടുത്ത് സൂചിപ്പിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആ ദർശനത്തിലെ സിസ്റ്റർ ലൂസി 3 കുട്ടികളായിരുന്നു. അതിൽ 2 പേരും ഈ സംഭവത്തിന് ശേഷം അധിക വർഷങ്ങൾ കഴിയുന്നതിന് മുൻപേ മരിച്ചുപോയി. ലൂസി ആകട്ടെ പിന്നീട് ഒരു കർമ്മലീത്ത മഠത്തിൽ ചേർന്നു, കർമ്മലീത്ത സിസ്റ്ററായി വളരെ വർഷം ജീവിച്ചു. അതിനുശേഷമാണ് മരിക്കുന്നത്. അപ്പോൾ ഈ ലൂസിയോട് പലരും ചോദിച്ചു, അന്ന് ഈ കർമ്മല ഉത്തരീയം നീട്ടിപ്പിടിച്ചുകൊണ്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്തെങ്കിലും പ്രത്യേകമായ സന്ദേശം നൽകിയിരുന്നോ? എന്തെങ്കിലും മാതാവ് സംസാരിച്ചുവോ? അതിന് ലൂസി പറഞ്ഞത് അങ്ങനെയൊന്നുമില്ലായിരുന്നു, ഒന്നും പറഞ്ഞില്ല. പക്ഷേ ശക്തമായൊരു പ്രചോദനം എൻ്റെ മനസ്സിൽ തോന്നിച്ചു. അതിതാണ്, മാതാവ് ആവശ്യപ്പെടുന്നത് എല്ലാവരും ഉത്തിരിയം ധരിക്കണം. അപ്പം എല്ലാവരും ഉത്തിരിയം ധരിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് മാതാവ് സ്വർഗത്തിൽ നിന്ന് ഒരു ഉത്തിരിയവുമായി ഇറങ്ങി വന്ന് ജനങ്ങളുടെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് ആ ഉത്തിരി നമുക്ക് നൽകുന്ന ആ ഒരു പ്രത്യേകമായ രീതിയിൽ മാതാവ് നിലകൊണ്ടത്. ഫാത്തിമയിലെ മാതാവ് 2 പേരിലാണ് പ്രത്യേകമായും സ്വയം വെളിപ്പെടുത്തുന്നതെന്ന് പറയാം. ജപമാല റാണി എന്നും ഉത്തിരീയ മാതാവ് നാഥ എന്നും ഈ അമ്മ സ്വയം വിശേഷിപ്പിച്ചതായി നമുക്ക് കാണാനാവും.
ജപമാല റാണിയാണ് മാതാവ്. അതേസമയം ഒത്തിരി നാഥയുമാണ് മാതാവ്. ഈ രണ്ട് ആശയങ്ങളും ഒരുമിച്ച് പ്രകടിപ്പിച്ച ഒരു രംഗമാണ് ഈ 1917 ഒക്ടോബർ 13 മാതാവ് നൽകിയ ആ ദർശനം. ഇനി ഇതിനോട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം നമുക്ക് കാണാനാവും. ഈ സംഭവത്തിന് കൃത്യം 33 വർഷം മുൻപ്, അതായത് 1864 ഒക്ടോബർ 13 ഡേറ്റ് അത് തന്നെ, ഒക്ടോബർ 13. അന്ന് ലിയോ 13 മാർപ്പാപ്പയ്ക്ക് മാതാവ് ഒരു ദർശനം നൽകി. തൻ്റെ പ്രൈവറ്റ് ചാപ്പലിൽ ദീപലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആണ് മാർപ്പാപ്പ ഈ ദർശനം കാണുന്നത്. അവിടെ കണ്ടതിങ്ങനെയാണ്: സാത്താനും ദൈവവുമായുള്ളൊരു സംഭാഷണം പോലെയാണ്. സാത്താൻ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, 100 വർഷത്തെ സാവകാശം എനിക്ക് തരിക, ഞാൻ നിന്റെ സഭയെ തകർക്കാം. ദൈവം അത് അനുവദിച്ചതായിട്ടാണ് മാർപ്പാപ്പയ്ക്ക് കാണുവാൻ കഴിഞ്ഞത്. മാർപ്പാപ്പ വളരെയേറെ വികാരാധീനനായി. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. അപകടം വരാനിരിക്കുന്ന ഒരു വലിയ അപകടത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് മാർപ്പാപ്പയ്ക്ക് മനസ്സിലായി. അദ്ദേഹം ഉടനെ തന്നെ വിശുദ്ധ മിഖായേലിനോട് സഭയുടെ സംരക്ഷണത്തിനായുള്ള ഒരു പ്രാർത്ഥന എഴുതിയുണ്ടാക്കി. ആ പ്രാർത്ഥന ലോകമെമ്പാടും എല്ലാ പള്ളികളിലേക്കും അയച്ചു. അത് കുർബാന സമയത്ത് ദിവസവും ഈ പ്രാർത്ഥനയും പരിശുദ്ധ രാജ്ഞി എന്ന ജപവും ചൊല്ലണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. അത് വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞ് ആരാധനക്രമ നവീകരണം പ്രാബല്യത്തിൽ വരുന്നതുവരെ ഈ പ്രാർത്ഥന ദിവസവും എല്ലാ പള്ളികളിലും ചൊല്ലിയിരുന്നു. കുർബാന കഴിഞ്ഞ് കാർമ്മികൻ പൂജാ വസ്ത്രങ്ങളോടുകൂടെ താഴത്തെ പദവിയിലേക്ക് ഇറങ്ങി വന്ന് മുട്ടുകുത്തി നിന്നുകൊണ്ട് ജനങ്ങളോട് ചേർന്ന് ഈ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. ഏതായാലും ഒരു കാര്യം തീർച്ചയാണ്: സഭയെ തകർക്കുവാൻ സാത്താൻ തകൃതിയായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ആവശ്യപ്പെട്ട 100 വർഷം കഴിഞ്ഞു. സഭയെ പൂർണ്ണമായും തകർക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ചില രംഗങ്ങളിൽ സാത്താൻ വിജയം വരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. മാതാവ് ഉറപ്പ് നൽകിയിട്ടുണ്ട്: അവസാനം എൻ്റെ വിമല ഹൃദയം വിജയം വരിക്കും. അത് നമുക്കൊരു ഉറപ്പാണ്. പക്ഷേ ഈ ഉറപ്പ് നമ്മുടെ ഹൃദയത്തെ സ്വീകരിച്ചുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മാതാവിനോട് ചേർന്ന് സഭയെ തകർക്കുവാനുള്ള സാത്താൻ്റെ തന്ത്രങ്ങളെ ചേർത്ത് നിൽക്കുവാനും തകർക്കുവാനും പരിശ്രമിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഇന്ന് നോക്കി എന്തുമാത്രം തിന്മ നിറഞ്ഞതാണ് ഈ ലോകം. യുദ്ധഭീഷണി എവിടെയും എപ്പോഴും ഏത് നിമിഷവും ലോകത്തിൻ്റെ ഏത് ഭാഗത്തും യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്നൊരവസ്ഥയിലാണ് ലോകമിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. യുദ്ധഭീഷണി, അതുപോലെ അക്രമവും അനീതിയും, എന്തുമാത്രം കൊലപാതകങ്ങളാണ്, എന്തുമാത്രം കുടുംബങ്ങളിൽ തന്നെയും കൊലപാതകങ്ങൾ നടക്കുന്നു. ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, മക്കളെ കൊല്ലുന്നു, മാതാപിതാക്കളെ കൊല്ലുന്നു, കൂട്ടുകാരെ കൊല്ലുന്നു, കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികൾ പോലും ഈ തിന്മയുടെ പ്രവർത്തനങ്ങൾക്ക് സാത്താൻ അടിമയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വാസ്തവത്തിൽ ചിന്തിക്കും തോറും നമ്മെ ആകുലരാക്കേണ്ടതാണ്.
അതുപോലെ നിങ്ങളുടെ ധാർമ്മിക അധപ്പതനം പ്രത്യേകം എടുത്തു പറയേണ്ടതിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയുവാൻ സാധിക്കും. ധാർമ്മിക അധപ്പതനം, പാപത്തിൻ്റെ പെരുവെള്ളപ്പാച്ചിൽ, വിശ്വാസം തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ, വിശ്വസിക്കുന്നതും വിശ്വാസം ഏറ്റുപറയുന്നതും അപമാനകരമായി തോന്നുന്ന അവസ്ഥയിലേക്ക് മനുഷ്യകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ സാത്താൻ ക്രമേണ വിജയം വരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ അടയാളങ്ങളായി നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പോൾ ഇങ്ങനെ സാത്താൻ വിജയം വരിച്ചിരിക്കുന്നതായി കാണുന്ന ഈ സന്ധിയിൽ വളരെ പ്രത്യേകമായി നമ്മൾ മാതാവിന് വിമല ഹൃദയം വിജയം വരിക്കും എന്നുള്ള ആ പ്രത്യാശയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ധൈര്യം വിടാതെ, പതറിപ്പോവാതെ, തളർന്നു പോവാതെ തിന്മയ്ക്കെതിരെയുള്ള ഈ യുദ്ധത്തിൽ തുറന്നുകൊണ്ട് പോവുക തന്നെ വേണം. മാതാവ് ഈ യുദ്ധത്തിൽ മനുഷ്യരെ സഹായിക്കുവാൻ 2 ആയുധങ്ങളാണ് നൽകിയിരിക്കുക. അതാണ് ജപമാലയും ഉത്തിരീയവും. ഇത് രണ്ടും സാത്താനെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മെ സഹായിക്കുവാനായി മാതാവ് നമുക്ക് നൽകിയ 2 വലിയ അനുഗ്രഹങ്ങളാണ്. അത് വാസ്തവത്തിൽ ഉത്തിരിയും നമ്മൾ ധരിക്കുവാനുള്ളതാണ്. പോർക്കളത്തിൽ പടയാളികൾ ശത്രുക്കളുടെ ആക്രമണത്തെ നിന്ന് ശരീരത്തെ രക്ഷിക്കുവാൻ, സ്വയം രക്ഷിക്കുവാൻ കവചം ധരിക്കുന്നത് പോലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കവചമാണ്. പോരാട്ടത്തിന് നമ്മൾ അണിഞ്ഞിരിക്കേണ്ട പടച്ചട്ടയാണ് ഈ തിരുവുത്തിരിയും. അതുപോലെ നമുക്ക് എടുത്തു പ്രയോഗിക്കുന്ന ആയുധം മാതാവ് തന്നിട്ടുണ്ട്. ആ ആയുധമാണ് ജപമാല. ഉത്തിരീയമാവുന്ന പടച്ചട്ടയും ധരിച്ച് വാളാവുന്ന ജപമാലയും ഏന്തി മാതാവിൽ ആശ്രയിച്ച് മാതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അടരാടുവാൻ, മുന്നേറുവാൻ നമ്മൾ തയ്യാറാവുമ്പോൾ മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം നമ്മൾ ഉറപ്പാക്കുകയാണ്. ഉത്തിരിയും ജപമാലയും കൊണ്ട് അവൾ ലോകത്തെ രക്ഷിക്കും. വിശുദ്ധ ഡോമിനിക് ഈ മാതാവിൻ്റെ ഫാത്തിമ ദർശനത്തിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടത്തിയൊരു പ്രവചനമാണ്. ഉത്തിരിയവും ജപമാലയും കൊണ്ട് അവൾ ലോകത്തെ രക്ഷിക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, ഉത്തിരിയവും ജപമാലയും, സന്തോഷത്തോടുകൂടെ നന്ദിയോടുകൂടെ പരിശുദ്ധ അമ്മയിൽ നിന്ന് സ്വീകരിച്ച് അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ധീരയോദ്ധാക്കളെ പോലെ നമ്മൾ മുന്നേറേണ്ട ഒരു വലിയ ആഹ്വാനം മാതാവ് നമുക്ക് നൽകുകയാണ്. വാസ്തവത്തിൽ അതിപുരാതനമായ 2 മരിയ ഭക്തി അഭ്യാസങ്ങളാണ് ഈ ജപമാലയും തിരുവുത്തിരിയും. വളരെയേറെ പഴക്കമുള്ള അതിപ്രാചീനമായ സഭയുടെ മരിയ ഭക്തി രീതികളാണ്. ഒത്തിരിയേറെ അത്ഭുതങ്ങളും അതുപോലെ കഴുത്തിൽ വെന്തിഞ്ഞ് ഇല്ലെങ്കിൽ അയാൾ കത്തോലിക്കൻ അല്ല എന്നും ഉറപ്പോടെ പറയാമായിരുന്നു. അത്രയ്ക്ക് സുനിശ്ചിതമായും കത്തോലിക്ക ധരിച്ചിരുന്ന ബാഹ്യമായ അടയാളമായിരുന്നു ഉത്തിരിയും, അതുപോലെ ജപമാല ഉപയോഗിക്കുന്നത്. പക്ഷെ പിന്നീട് ഈ വലിയ താല്പര്യത്തിൻ്റെ ഒരു മങ്ങലേൽക്കുന്നതായി കാണുന്നു. ഉത്തിരിയും ധരിക്കുന്നത് അപമാനകരമായി തോന്നുന്ന ഒരു ചിന്താഗതി ജനങ്ങളുടെ ഇടയിൽ പടർന്നു വന്നു. അതുപോലെ ജപമാല ചൊല്ലുന്ന പതിവും കുടുംബങ്ങളിൽ ഇല്ലാതായി തീർന്നു. ഇന്നിപ്പോൾ ഈ അവസ്ഥയ്ക്ക്
മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ വെളിച്ചം കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. മാതാവിൻ്റെ ആ വലിയ വാഗ്ദാനം, അവസാനം എൻ്റെ ഹൃദയം വിജയം വരിക്കും എന്നുള്ള ആ വാഗ്ദാനം നിറവേറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ശുഭസൂചകമായ അടയാളങ്ങൾ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മാതാവിന് വിമല ഹൃദയം വിജയം വരിക്കുന്ന ആ സന്ദർഭം, അതിൻ്റെ വേഗത കൂട്ടുവാൻ നമ്മൾ മാതാവിനോട് പ്രത്യേകം സഹകരിക്കണം. അതിനായിട്ട് നമ്മൾ മാതാവിൻ്റെ കൊടിക്കീഴിൽ അണിനിരന്ന് പരസ്പരം കൈകോർത്ത് അർപ്പണ ബുദ്ധിയോടുകൂടെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിനായി നമ്മെ സഹായിക്കുന്ന ഒരു എളിയ സംരംഭമാണ് ജപമാല ഉത്തരീയ സഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന മാസിയ ഈൻ സീനു മരിയേ. ഈൻ സീനു മരിയ എന്നാണ് ഈ മാസികയ്ക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര്. മാതാവിൻ്റെ മടിത്തട്ടിൽ, മാതാവിൻ്റെ ഹൃദയത്തിൽ, മാതാവിൻ്റെ വക്ഷസ്സിൽ എന്നൊക്കെ ഇതിന് മലയാളത്തിൽ നമുക്ക് അർത്ഥം കൽപ്പിക്കാവുന്നതാണ്. മാതാവ് നമ്മെ തന്നെ സ്വയം പ്രതിഷ്ഠിക്കുന്നതിൻ്റെ ബാഹ്യമായ അടയാളമാണ് ഉത്തിരീയം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ശിഷ്യന്മാർ യേശു സ്നേഹിച്ചിരുന്ന ഒരുവൻ അവിടുത്തെ മാറിലേക്ക് ചാരിക്കിടന്നിരുന്നു. അന്ത്യത്താഴ രംഗം വിവരിക്കുന്നതാണ്. അവിടെ മാറിലേക്ക്, യേശുവിൻ്റെ മാറിലേക്ക് എന്ന ആ പദം ഉൾഗാത്ത ലത്തീൻ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈൻ സീനു യേസു എന്നാണ്. യേശുവിൻ്റെ വക്ഷസ്സിൽ, യേശുവിൻ്റെ വക്ഷസ്സിലേക്ക് ചാരിക്കിടക്കുന്നതിന് നമുക്ക് എളുപ്പം സാധിക്കുവാൻ മാതാവിനെ നമ്മൾ സമീപിക്കണം. മാതാവിൻ്റെ മടിത്തട്ടിലിരിക്കണം. മാതാവിൻ്റെ മാറിൽ തലചായ്ക്കണം. അതാണ് ഈൻ സീനു മരിയേ എന്ന് നമ്മൾ പ്രത്യേകം ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മാതാവിൻ്റെ പ്രത്യേകമായ സ്നേഹവും സംരക്ഷണവും മാതൃവാത്സല്യവും ഒക്കെ അനുഭവിച്ചുകൊണ്ട്, മാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ ഈ വലിയ പദ്ധതിയിൽ സാത്താനെ പരാജയപ്പെടുത്തുവാൻ, ദൈവരാജ്യം സംസ്ഥാപിക്കുവാൻ വലിയ ഒരു ആത്മീയമായ മുന്നേറ്റം സഭയ്ക്കുണ്ടാകുവാൻ വേണ്ടി മാതാവിനോട് സഹകരിക്കുക എന്നതാണ് ഈ ഈൻ സീനു മരിയേ എന്ന പ്രസിദ്ധീകരണം വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാതാവിൻ്റെ ഈ ലക്ഷ്യം നമ്മുടെ മനസ്സിൽ സ്വീകരിച്ചുകൊണ്ട് ഇതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുന്ന ഈ ഒരു സംരംഭത്തിൽ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടെ പങ്കാളികളാകുവാൻ മാതാവ് നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുകയാണ്. മാതാവിൻ്റെ പ്രത്യേകമായ സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഒരു അടയാളം കൂടിയാണ് ഈ പ്രസിദ്ധീകരണം എന്ന് നമുക്ക് പറയാനാവും. ഈ മാസികയുടെ ആദ്യ പ്രതി പ്രകാശനം ചെയ്യുന്നത് വരാപ്പുഴ അതിരൂപത മെത്രോപൊലിത്ത തന്നെയാണ്. 2024 ജൂലൈ 16 അതിമെത്രാസിന് മുൻനിരത്തിൽ വച്ച് ഈ കർമ്മം നടത്തപ്പെടുന്നു. അഭിയുന്ന പിതാവിന് നമുക്ക് നന്ദി പറയാം. മഞ്ഞുമൽ കർമ്മലിത്ത സഭയുടെ പ്രൊവിൻഷ്യൽ ഫാദർ അഗസ്റ്റിൻ ഉള്ളൂർ, കൗൺസിലർമാർ, മഞ്ഞുമൽ ആശ്രമ സുപ്പീരിയർ,
ഇങ്ങനെ ഇതിനോട് സഹകരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് മാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണത്തിൽ അടിമതരാതെ ധീരതയോടുകൂടെ മുന്നേറുവാനുള്ള ആത്മീയമായ കരുത്ത് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിവിധ രാജ്യങ്ങളിലായി പരന്നു കിടക്കുന്ന ഇതിൻ്റെ വായനക്കാർ, റോസറി സ്കാപ്പുലർ കൺഫ്രറ്റേണിറ്റിയിലെ അംഗങ്ങൾ, അവരാണ് ഇതിൻ്റെ വായനക്കാരും അഭ്യുദയകാംക്ഷികളും ഒക്കെ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈ 16-ാം തീയതി വയലാർപാടം ബസിലിക്കയിൽ വച്ചാണ് ഇതിൻ്റെ പുനരുജ്ജീവനത്തിൻ്റെ ഒരു പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് 2000 പേര് ഒത്തിരിയെ സ്വീകരിച്ച് ഒത്തിരിയെ സഖ്യത്തിലെ അംഗങ്ങളായി ചേർന്നു. അതിനുശേഷം അനേകം ഇടവകളിൽ പോവുകയും അവിടെ ഈ ഒത്തിരിയെ സഖ്യം സ്ഥാപിക്കുകയും അംഗങ്ങൾ ചേർക്കുകയും അവർക്ക് ഒത്തിരി നൽകുകയും ഒക്കെ ചെയ്തു. 25,000 ഒത്തിരിയും അങ്ങനെ ഇതിനോടകം നമ്മൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞു. ഒത്തിരി സഖ്യത്തിൽ അംഗങ്ങൾ ചേർത്ത് കഴിഞ്ഞു. തീർച്ചയായും മാതാവിൻ്റെ ആ വലിയ പദ്ധതി വിജയിക്കുന്നതിനായി നമ്മളുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്യുന്ന വലിയൊരു നല്ല പ്രവൃത്തിയാണ്. അതിനിയും കൂടുതൽ പ്രചരിക്കട്ടെ, കൂടുതൽ പേർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സംരംഭത്തെ സമൃദ്ധമായി മാതാവിൻ്റെ സ്വന്തം പ്രസ്ഥാനമായി തുറന്നുകൊണ്ടു പോകുവാൻ ഇടവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധ അമ്മേ, കർമ്മല മാതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിമല ഹൃദയത്തിൻ്റെ ആത്യന്തികമായ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുവാൻ ഞങ്ങളെയും അങ്ങ് തിരഞ്ഞെടുത്തതിനോർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ മാസികയുടെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാവരെയും വളരെ പ്രത്യേകമായും അങ്ങേ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് കൂടെയുണ്ടായിരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധമായ കർമ്മല വസ്ത്രത്തിൽ പൊതിഞ്ഞ് ഞങ്ങളെ കാത്തുപാലിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.